ഹലോ അസ്സലാമു അലൈക്കും. നമുക്ക് ഇന്ന് റവയും കൊച്ചുള്ളിയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നമ്മൾ 3 കപ്പ് റവ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്ത് വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ നെയ്പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിക്കണവരാണെന്ന് വെച്ചാൽ അത് നല്ല ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ 3 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 കപ്പ് റവയ്ക്ക് നമുക്ക് അതേപോലെ 3 കപ്പ് വെള്ളം എടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഈ ഉപ്പ് എല്ലാ ഭാഗത്തും ആവോളൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതേപോലെ 3 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. 3 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത്. കറക്റ്റ് വെള്ളം എടുക്കണം. പിന്നെ ഇത് വറുക്കാത്ത റവയാണ് കേട്ടോ, വറുത്ത റവല്ല. അതൊന്ന് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ 1 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. തേങ്ങ കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറഞ്ഞാൽ ടേസ്റ്റിന് കുറച്ച് ഇതുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ, കൂടിയാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഇതാ ഞാനൊരു 6-7 അല്ലി വെളുത്തുള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂണോളം ചെറിയ ജീരകമാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒന്ന് നല്ലോണം ക്രഷാക്കി എടുത്തിട്ട് വരാം. ഇതുപോലെ കണ്ടല്ലോ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തിളച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുക്കും വേണം കേട്ടോ. വെള്ളം എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റവ ആവുമ്പോൾ വേഗത്തിൽ കട്ട പിടിക്കും. നമ്മൾ കൂടുതൽ വെള്ളമല്ലല്ലോ ഒഴിച്ചെടുക്കണം, കറക്റ്റ് വെള്ളമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാ ഭാഗത്തും വെള്ളം ആവണം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 3 കപ്പ് വെള്ളമാണ്. പിന്നെ നമ്മൾ ചുടുവെള്ളം ഒഴിച്ചുകൊണ്ട് ഇത് വേഗം വെള്ളം ഇതിൽ കുടിച്ച് വരും. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മൾ എല്ലാ ഭാഗത്തും നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗം നനയണം, അല്ലെങ്കിൽ നമുക്ക് ഇത് കുഴച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതാ നമ്മൾ എല്ലാ ഭാഗം നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. ഇതൊന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതേപോലെ തന്നെ അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ റവയ്ക്ക് വെള്ളം കുടിച്ച് നല്ലൊന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിത് അടച്ച് വെക്കാം. വേറൊന്നും പോവാണ്ട് തന്നെ ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചൂടാറിയിട്ടില്ലെങ്കിൽ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം കൈ വെച്ചിട്ട് കുഴച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചൂടുണ്ടാവും. അപ്പം നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ കണ്ടല്ലോ, നല്ലോണം എണ്ണ കുടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് റവയുടെ ഒപ്പം വേണമെങ്കിലും തേങ്ങ ചേർത്ത് കൊടുക്കാം, എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അതിനേക്കാളും എന്താ നല്ലത് ഇങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതാ നല്ലോണം കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് വെള്ളമാണ് കേട്ടോ. ഇനി വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് വറുത്തെടുക്കുമ്പോൾ എണ്ണ കുടിക്കും. പത്തിൽ വറുക്കുമ്പോൾ അതെല്ലാം ഇങ്ങനെ കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുത്താൽ മതി. നമ്മൾ കറക്റ്റ് വെള്ളമാണ്. 3 കപ്പിന് 3 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലൊന്ന് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കണം അത്രയൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് ഉരുണ്ട് വരാൻ പാകത്തിന് നമ്മൾ കട്ടകളുണ്ടെങ്കിൽ അതൊന്ന് ശരിയായി കിട്ടാൻ മാത്രം ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന്ന് ഞാനിനി ഒരു വലിയ ഉരുള എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ഇതിൽ പരത്താൻ പറ്റുമോ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഇത്രയും പോകുന്ന ഉരുളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ടോ, നിങ്ങൾക്ക് എവിടെയാണ് പരത്താൻ ഇത് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് നമുക്കിതൊന്ന് കുഴൽ വെച്ച് പരത്തിയെടുക്കാം. ഒരേ കനത്തിൽ നമുക്കിത് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി നീളമുള്ള കുഴലാണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം. പിന്നെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തൂവി കൊടുത്തോട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ റവയാണ് അതുകൊണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. അധികം കനം കുറച്ചും വേണ്ട, ഇന്ന് നല്ല കനത്തിലും വേണ്ട കേട്ടോ.
ഞാനിതിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എത്രണ്ട് പരത്താൻ പറ്റുമോ, ഷേപ്പൊന്നും വേണ്ട കേട്ടോ. ഇനി നമ്മൾ ഷേപ്പിൽ ഇത് മൂടി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പത്തലിൻ്റെ വലുപ്പത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതാ ഇത്രയും ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം അത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ എളുപ്പമായിരിക്കും. ചെറുതാവുമ്പോൾ അവർക്ക് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് ഉണ്ടാക്കി എന്തായാലും കഴിച്ചോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അതേപോലെ ചിക്കൻ കറിയുടെ ഒക്കെ ഒപ്പം കഴിക്കുകയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. എനിക്കിത് വെറുതെ കഴിക്കുന്നതാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചട്ടം കൊണ്ട് ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഈ മുറിച്ച് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, അത് ഈ മാവിൽ തന്നെ കൂട്ടി കുഴച്ചിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത്രയും പോകുന്ന ചെറുതാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ വലുതാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മളൊരു നെയ്പത്തലിൻ്റെ വലുപ്പത്തിലൊക്കെ ആക്കിയിട്ട് എടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇനി ഞാൻ ബാക്കി വന്ന മാവ് അതിൽ കൂടെ തന്നെ ആക്കിയിട്ട് കുറച്ചും കൂടി അതൊന്ന് എടുത്തിട്ട് ഇനിയും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ, നമ്മൾ മുറിച്ചെടുത്തതല്ലേ, അപ്പോൾ അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ച് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. ഇനി ഞാൻ പരത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയാണ് കേട്ടോ. ഇത് ഇത്രയും വലുപ്പത്തിലാണ്, നിങ്ങൾക്ക് വലുപ്പം കൂട്ടിയിട്ടും എടുക്കാം കേട്ടോ. പിന്നെ തിക്നെസ് കണ്ടോ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. നല്ല തിക്നെസ്സും പാടില്ല, എന്നാൽ അത്യാവശ്യം വേണേന് കണ്ടല്ലോ, ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒന്ന് ഇതിലേക്ക് ഇട്ടെടുക്കുമ്പോൾ അത് അടിയിൽ പോയി കിടക്കും കേട്ടോ. എന്നിട്ട് ഇത് വെന്ത് വരുമ്പോൾ മേലേക്ക് ബബിൾസ് ആയിട്ട് വരും. അപ്പം നമുക്ക് അടുത്തത് അടിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കിനും അടിയത്തത് വീണ്ടും പൊന്തി വരും. അങ്ങനെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ വലിയ ചട്ടി വെച്ച് കൂടുതൽ എണ്ണയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ഇത് ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല കേട്ടോ. അതാണ് നമുക്കിത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ ഒട്ടും തന്നെ എണ്ണമയം ഒന്നും ഉണ്ടാകില്ല. ഇങ്ങനെ ഇതേ കറക്റ്റ് അളവിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും എണ്ണ വരില്ല കേട്ടോ. ഇപ്പോൾ ഒന്ന് മേലേക്ക് വന്നപ്പോൾ ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ, അത് ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കൂടുതൽ നേരം വെച്ച് നല്ല ക്രിസ്പി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. നമുക്കിത് കറിയുടെ ഒക്കെ ഒപ്പം കൂട്ടി കഴിക്കാനല്ലേ, അതുകൊണ്ട് അത് ക്രിസ്പി ആക്കി എടുക്കണമെന്നൊന്നുമില്ല. ഇത് വെന്ത് കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ ചുടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് റവയൊക്കെ നല്ലോണം വെന്തതുമാണ് അതിന്. അപ്പോൾ കൂടുതൽ നേരം വെച്ച് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ബബിൾസ് ആയതിൻ്റെ ശേഷം രണ്ട് പുറം ഒന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി. ഇപ്പോൾ മറ്റേത് മേലേക്ക് പൊന്തി വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കണം. അപ്പോൾ അത് വന്നതിന് ശേഷം നമുക്ക് അടുത്തതും ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് മേലേക്ക് പൊന്തി വന്നാൽ അടിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് ബബിൾസായി വരുമ്പോഴേക്കും അതും ഇതുപോലെ പൊന്തി വരും. അതേപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. എന്നിട്ട് കോരി എടുക്കാം കേട്ടോ. ഇത് നമ്മൾ അരിപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റായിട്ട് എനിക്ക് ഈ റവ വെച്ചിട്ട് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ തോന്നിയത്. പിന്നെ നമുക്ക് അതാകുമ്പോൾ കുറച്ച് ബലം പോലെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. ഇതാകുമ്പോൾ ഒട്ടും തന്നെ ബലം ഉണ്ടാവില്ല കേട്ടോ. നല്ല സോഫ്റ്റാണ്. എത്ര നേരം വെച്ചാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. കണ്ടല്ലോ, നല്ല ബബിൾസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വലുതാക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ചെറുതാക്കിയെന്നുള്ളൂ. കണ്ടല്ലോ, ഉള്ളും ഒക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേപോലെ ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുമുണ്ട്. ഇതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒട്ടും ബലം ഉണ്ടാകില്ല. ആർക്കും കഴിക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ. നല്ല ചൂട്ടോടെ ഇങ്ങനെ മുറിച്ച് കഴിക്കാൻ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.